ഇന്ത്യന്റെ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടുന്ന ഒരു ദിവസമായിരുന്നു. വന്ദേമാതരും ദേശീയഗാനവും ഒരു സ്ഥലത്ത് ഒപ്പം ചൊല്ലി ഒരു സംഗതി ഉണ്ടായിരുന്നു. എല്ലാവരും ഒപ്പം കൂടി ചെല്ലണ അടുത്ത് ഒരു കൂട്ടരും മൈക്കേല് ജനഗണമന അധിനായക ജയ ഹേ ഒരാൾ നല്ല മധുരമായി. അതിന്റെ അടുത്ത് ഒരു ടീം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം എന്ന് തുടങ്ങുന്ന വന്ദേ മാതരം. ജനഗണമന അധിനായക ജയ ഒരു ഭാഗത്ത് മൈക്കിൽ ദേശീയ ഗാനം, മറുഭാഗത്ത് മൈക്കില്ലാതെ ദേശീയ ഗീതം. ഒരു ഭാഗത്ത് ജയ ഹേ, ഒരു ഭാഗത്ത് സുജലാം സുഫലാം. എന്താണ് അല്ലേ? ഓക്കെ, ദേശീയഗാനം പാടി ഒരു കൂട്ടരങ്ങ് പോയി. അപ്പോഴും മറ്റു കൂട്ടർ ദേശീയ ഗീതം പാടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് കോഴിക്കോട് നിന്നും നമ്മൾ കണ്ട കാഴ്ച. മറ്റൊരിടത്തു നിന്നും ഇത്തരം നാടകീയ സംഭവങ്ങളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ മേയർ ദേശീയ ഗീതം വന്ദേമാതരം ആലപിച്ച ശേഷമാണ് ത്രിവർണ്ണ പതാക ഉയർത്തിയത്. എല്ലാവരും ഒറ്റക്കെട്ടായി പൊരുതിയത് കൊണ്ടാണ് നമ്മൾ ഈ പിണറായി വിജയനെ പലരൊക്കെ പറയുന്നത് ഈ വന്ദേമാതരം കൂടി ചെല്ലിക്കൂടാ. എന്താ കാരണം? വന്ദേമാതരം വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലിയാൽ എന്താ പ്രശ്നം? വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലൂല എന്നാ ചൊല്ലല് പറയണത്. കുറച്ചൊക്കെ ചൊല്ലാം, ശരിയാണ്. ആദ്യ ഭാഗം ചൊല്ലണേന് കുഴപ്പമൊന്നുമില്ല. ആദ്യ ഭാഗം എങ്ങനെ? വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വന്ദേ മാതരം, അമ്മേ ഞാൻ അങ്ങേ വന്ദിക്കുന്നു എന്നല്ല. എന്നിട്ടോ സുജലാം സുഫലാം മലയജ ശീതളാം, നല്ല ജലവും സമൃദ്ധമായ ഫലങ്ങളുള്ള മലയ മാരുതനാൽ തണുത്ത കാറ്റാൽ നടത്തും. കുളിർമയേകുന്ന പച്ചപ്പട്ടൊടുത്ത വിളവുകളാൽ ശ്യാമളമായ മാതാവേ എന്നല്ല. എന്നിട്ടോ ഞാൻ അങ്ങയെ വന്ദിക്കുന്നു വന്ദേ മാതരം. അവിടെ ഒന്നും പ്രശ്നമില്ല. പ്രശ്നമുള്ളത് ഉടനെ കുറെ അങ്ങ് താഴെ ഭാഗത്ത് ഇങ്ങനെ പോയാൽ, കുറച്ചങ്ങ് താഴത്തേക്കാണ് പോയാല് കുറച്ച് ചെറിയൊരു പ്രശ്നം. അതായത് കുറച്ച് താഴത്തേക്കാണ് പോയാല് ഇതിന്റെ വരിയിൽ ചില നമുക്കൊന്നും എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഗതി ഉണ്ട്. കാരണം ഇന്ത്യ രാജ്യത്ത് ഹിന്ദു മുസ്ലിം സിഖ് ഇസായി ആപസ് മേ ഹം ഭായി ഭായി, എല്ലാവരും ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, സിഖുകാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മതമുള്ളവരുണ്ട്, മതം ഇല്ലാത്തവരുണ്ട്, അതൊന്നും അംഗീകരിക്കാത്തവരുണ്ട്. എല്ലാവരും വളരുന്ന ഒരു മതേതര രാജ്യത്ത് ഒരു മതത്തിന്റെ കാര്യങ്ങൾ മാത്രം പറയാ എന്നുള്ളത് എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയില്ല. കുറച്ച് ലാസ്റ്റിലാണ് പോകുമ്പോ ത്വമീ വിദ്യ ത്വമീ ധർമ്മ ത്വമീ ഹൃദി ത്വമീ മർമ്മ ത്വമീ പ്രാണ ശരീരേ ബാഹുദേ ത്വമീ മാ ശക്തി ഹൃദയേ ത്വമീ മാ ഭക്തി ത്വമാരഹി പ്രതിമാ ഖന്തി മന്ദിരേ മന്ദിരേ വന്ദേ മാതരം എന്ന് പറയുന്നു. ആ പറഞ്ഞ അർത്ഥം എന്താണ്? തുമി വിദ്യ തുമി ധർമ്മം, അങ്ങാണ് വിദ്യ അങ്ങാണ് ധർമ്മം. തുമി ഹൃദി തുമി മർമ്മ, അങ്ങാണ് ഹൃദയം അങ്ങാണ് മർമ്മം. എന്നിട്ട് പിന്നെ പറയുന്ന എന്താ? തും ഹി പ്രാണ ശരീരേ ബാഹുദേ തുമി മാ ശക്തി. അതായത് ഞങ്ങളുടെ ശരീരത്തിലെ പ്രാണൻ തന്നെ അങ്ങാണ്, ഞങ്ങളുടെ കൈകളുടെ ശക്തി അങ്ങാണ്
ഹൃദയത്തുമീമാ ഭക്തി, ഹൃദയത്തിലെ ഭക്തി അങ്ങാണ്. എന്നിട്ട് പറയുന്ന വാക്കെന്താണ്? പിന്നെ പറയുന്നതാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാം. അതെന്താ? തൊമാരഹി പ്രതിമാ ഗന്ധി മന്ദിരേ മന്ദിരേ വന്ദേ വന്ദേ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു. അവസാനം പറഞ്ഞ എന്താ? തൊമാരഹി പ്രതിമാ ഗന്ധി മന്ദിരേ മന്ദിരേ. എല്ലാ ക്ഷേത്രങ്ങളിലും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നത് അങ്ങയുടെ വിഗ്രഹമാണ് അമ്മേ. വന്ദേ മാതരം, ഞാൻ അങ്ങയെ വന്ദിക്കുന്നു. അപ്പൊ നമ്മളൊന്നിപ്പോ ക്ഷേത്രങ്ങളില് ഈ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ആൾക്കാരല്ല നമ്മളൊന്നും. അത് പിണറായി വിജയനും അല്ല, അദ്ദേഹത്തിന് മതത്തിലൊന്നും വിശ്വാസമില്ല. അവരൊക്കെ മതമില്ലാത്തൊരു വിഭാഗം, കമ്മ്യൂണിസ്റ്റുകാർ. അതേ പ്രകാരം തന്നെ നമ്മള് മുസ്ലിമീങ്ങൾ, നമ്മൾ അമ്പലത്തില് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊന്നും വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ആൾക്കാര്. എന്നിട്ട് നമ്മൾ ഈ സ്കൂളിലും കുട്ടികളെ കൊണ്ട് നമ്മളെ മക്കളും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ മക്കള്, സിഖ് മതക്കാരെ മക്കള്, മുസ്ലിങ്ങളെ മക്കള്, അല്ലെങ്കിൽ ഈ മതത്തിലൊന്നും വിശ്വസിക്കാത്ത മക്കള്, വേറെ ഏതെങ്കിലും മതങ്ങളുണ്ടോ മതങ്ങളിലെ ആളുകളോടൊക്കെ ഇത് പറയിപ്പിക്കുക എന്നുള്ളൊരു സംഗതി ആരും അംഗീകരിക്കൂല. അവിടെ ആ പറയുന്ന വാക്ക് അങ്ങനെയാണ്. ത്വമാരഹി പ്രതിമാ ഗന്ധി മന്ദിരേ മന്ദിരേ. എല്ലാ ക്ഷേത്രങ്ങളിലും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന അങ്ങയുടെ വിഗ്രഹമാണ്. അതുകൊണ്ട് അമ്മേ അമ്മേ വന്ദേ മാതരം, ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നു, അങ്ങയെ വന്ദിക്കുന്നു. അപ്പം ഇതാണ് ആ സംഗതി, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് കൂടുതലും ആളുകൾ ഇതിനെ അംഗീകരിക്കും. അതിനും വേണ്ടി നമ്മളെ ദേശീയഗാനം ജനഗണമന അധിനായകര ഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത, പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉൽക്കല ഭംഗ, വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ. ഈ പാട്ട് കുഴപ്പമില്ല, അല്ല ഇത് നമ്മുടെ ദേശീയ ഗാനം, ഈ ഗാനം. അതേ പ്രകാരം തന്നെ വേറൊന്നുണ്ടല്ലോ, സാരേ ജഹാൻ സേ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര ഹമാര സാരേ ജഹാൻ സേ അച്ഛാ. ഇതിനൊക്കൂല വേറൊന്നും. കാരണം എന്താ അറിയോ? ഇത് സാരേ ജഹാൻ സേ അച്ഛാ, എല്ലാ നാടിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹിന്ദുസ്ഥാൻ ഹമാര, ഞങ്ങളുടെ ഇന്ത്യയാണ്. എന്നിട്ട് ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും നമ്മളെല്ലാവരും ഈ രാജ്യത്ത് ബുൽബുൽ പക്ഷികളാണ് എന്ന് പറഞ്ഞ് പ്രകീർത്തിച്ചുകൊണ്ട് എല്ലാവരും ഒറ്റ മാലയിലെ മുത്തുമണികളെക്കോളം കോർത്തിണക്കുന്ന ഒരു ഗാനം, അത് സാരേ ജഹാൻ സേ അച്ഛൻ. മറ്റേത് തെറ്റുണ്ടെന്നല്ല, നമ്മൾ മറ്റേ പാടി നമുക്ക് പാടാൻ പറ്റൂല, മറ്റോ നമ്മൾ പാടുന്നതിന് കുഴപ്പമുള്ളതല്ല. പക്ഷെ ഇതിന് കുറച്ച് ഭാഗങ്ങൾ എന്താണ് നമുക്ക് പാടാൻ പറ്റില്ല. നമുക്ക് പാടാൻ പറ്റും ആദ്യ ഭാഗം ഏത് പാടിയൊക്കെ നമ്മള് വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം. അവിടെ ഒന്നും വലിയ കുഴപ്പമില്ല, മനസ്സിലായില്ലേ? അപ്പം ഇതാണ് പല ആളുകളും, ഇന്ത്യ രാജ്യത്തുള്ള ആളുകൾ പലരും ഇത് അംഗീകരിക്കാത്ത പ്രശ്നം. അപ്പൊ ഇന്ന് ഒരു സ്ഥലത്ത് പിന്നെ ദേശീയഗാനം പാടും, ഒരു കൂട്ടർ വന്ദേ മാതരം പാടി, ഒരു കൂട്ടർ ദേശീയഗാനം പാടി. എങ്ങനെ ജനഗണമന ഒരു ടീം പാടി, കൂട്ടർ വന്ദേ മാതരം പാടി. ജനഗണമന അധിനായക ജയ പഞ്ചാബ് മലയാളം വായിച്ചാൽ തിരിയാത്തവരുണ്ട്, ഇത് വായിച്ചറിയാത്തവരുണ്ട്, മലയാളത്തിൽ എഴുതിയാലും ശരിക്കും വായിക്കാൻ തിരിയാത്ത ആളുകൾ. അതുകൊണ്ട് ഇങ്ങനെ ചില മൊബൈലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ അടിഞ്ഞാറായി പാടുന്നവരുണ്ടായിട്ട് ചിലര് കേൾക്കും മുണുങ്ങണ ആളുകളൊക്കെ ഉണ്ട്. ദേശീയഗാനം ഇപ്പൊ ഏത് ചെറിയ കുട്ടിക്കും പാടാൻ കിട്ടും.
ഇന്ത്യ രാജ്യത്ത് വളർന്ന അല്ല കേരളത്തിലുള്ള എല്ലാവരും പോകണം, എല്ലാ കുട്ടികളും പോകണം. ജനഗണമന, പിന്നെ സാരേ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര ഹമാര സാരേ ജഹാൻ സെ അച്ഛാ എന്നുള്ളത് ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം. जनगणमन अधिनायक जय हे भारत। सारे जहां से अच्छा हिंदुस्तान हमारा हमारा, सारे जहां से अच्छा हिंदुस्तान हमारा हमारा, सारे जहां से अच्छा। हम बुलबुले हैं इसकी, ये गुलसितां हमारा हमारा, सारे जहां से अच्छा हिंद